സ്വന്തമായ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ മിക്ക ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി സ്റ്റോക്ക് എടുത്തു വെക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ഇതാണോ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്റ്റോക്ക് എടുത്തു വെച്ച് റിസ്ക് എടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ആര്യ. അപ്പോൾ പ്രിന്റ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. സാധാരണ നമ്മളൊരു തുണിക്കട തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു ഗോഡൗൺ വേണം, കെട്ടുകണക്കിന് സ്റ്റോക്ക് വേണം, അത് പാക്ക് ചെയ്യാൻ ഒരുപാട് തൊഴിലാളികൾ വേണം. എന്നാൽ ഈ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ബിസിനസ്സിന് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അതുകൊണ്ട് തന്നെ സീറോ ഇൻവെന്ററി മോഡൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നു, വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു, കസ്റ്റമർ അത് ഓർഡർ ചെയ്യുന്നു. ബാക്കി പ്രിന്റിംഗ്, പാക്കിംഗ്, കൊറിയർ എല്ലാം POD സർവീസ് പ്രൊവൈഡർ എന്ന തേർഡ് പാർട്ടി കമ്പനി വഴി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓർഡർ വന്നാൽ മാത്രമേ അവർ പ്രിൻറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അയ്യോ നമ്മുടെ സ്റ്റോക്ക് പോയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ടെൻഷൻ നമുക്കിവിടെ വേണ്ട. അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മുടെ സ്റ്റുഡൻസിനും നല്ലൊരു സൈഡ് ഇൻകം നോക്കുന്നവർക്കും തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ബിസിനസ് ഐഡിയ തന്നെയാണിത്. നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ഒരുപാട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, 3 സ്റ്റെപ്പ് മതി. അപ്പോൾ സ്റ്റെപ്പ് 1, സെലക്ഷൻ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ്, ഒരുപാട് ഡിസൈനുകൾ പറ എന്ന് പറഞ്ഞിടാതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഡിസൈനിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പ്രിൻറ്റിങ് ഇറക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ട്രാവൽ ലവേഴ്സ്, ജിം ലവേഴ്സ്, അവരെ ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല പ്രിൻറ്റുകൾ നമ്മൾ ഇറക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി വെച്ചിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ആക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമ്പർ 2, ഡിസൈൻ നമ്മൾ ക്യാൻവ പോലെയുള്ള ഫ്രീ ആപ്പുകളിൽ നിന്ന് നമുക്ക് ഡിസൈൻ സിമ്പിളായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നമുക്ക് ടീഷർട്ട് പ്രിൻറ്റിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഡിസൈൻസ് വരും. അതിൽ ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ തന്നെ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഇഷ്ടം പോലെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിൽ തന്നെ വേറെ കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്പർ 3, പ്ലാറ്റ്ഫോം സെറ്റപ്പ്. ഇനി ഇത് വിൽക്കാൻ ഇന്ത്യയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള POD സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലിങ്ക് സ്റ്റോർ, ക്വിക്കിംഗ്, അതുപോലെ പ്രിന്റ് ഡ്രോപ്പ്, അങ്ങനെ നിരവധി സൈറ്റുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ബ്ലിങ്ക് സ്റ്റോറിൽ ഒരു സ്റ്റോർ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സ്റ്റോർ ബിൽഡ് ചെയ്ത് തരും. അവിടെ നിങ്ങൾ ഡിസൈൻ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ചാർജോ അങ്ങനെ ഒന്നും ഈടാക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് അടിക്കണം. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലേക്ക് വരുമ്പോൾ ഒരു 5000 തൊട്ട് ഒരു 10000 രൂപ വരെ അതിനുവേണ്ടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായി വരും. ഇനി മാർക്കറ്റിങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിത് എങ്ങനെ വിൽക്കും, അതിന് 3 വഴികളുണ്ട്. നമുക്ക് അടുത്തതായിട്ട് അത് നോക്കാം. നമ്പർ 1, മോക്കപ്സ്. അതായത് യഥാർത്ഥ ടീഷർട്ട് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് വിസിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്ത് അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഒരു മോഡൽ ഇതുപോലെ ചൂസ് ചെയ്ത് നമ്മുടെ ടീഷർട്ടിൻ്റെ ഡിസൈൻസൊക്കെ അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഇമേജ് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആഡ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുക. അതാണ്ട് യഥാർത്ഥമായിട്ട് നമ്മൾ ആദ്യമേ ബോഡി പോയി ടീഷർട്ട് പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസായിട്ട് ഇടുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്ലേസിറ്റ് എന്ന് പറയുന്ന ഈ ആപ്പൊക്കെ വെച്ച് നമുക്ക് ടീഷർട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ യഥാർത്ഥ ഇമേജ് നമുക്ക് അതിൽ പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് മോഡൽസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതാണ് വളരെ ഈസി ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു $2 ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളൊരു ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അതിന് നിങ്ങൾക്കൊരു മിനിമം $24 ചിലവുണ്ട് ഈ പ്ലേസിറ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ. നമ്പർ 2 മെത്തേഡ് എന്ന് പറയുന്നത് റീൽസ് ആൻഡ് ട്രെൻഡ്സ്. അതായത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെയാണ് നിങ്ങൾ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു വൈറലായിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോയുടെ റീപോസ്റ്റ് ചെയ്തിട്ട് അതിൽ ലിങ്കായിട്ട് ഈ ടീഷർട്ടൊക്കെ ആഡ് ചെയ്യുക. അതൊരു ഗുഡ് മെത്തേഡാണ്. നമ്പർ 3 മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ബാർട്ടർ പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ 1000 തൊട്ട് ഒരു 20,000 ഫോളോവേഴ്സിനെ കണ്ടുപിടിച്ച ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ബാർട്ടർ പ്രോഗ്രാം വഴി, അതായത് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ്, സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് റീച്ച് കൂട്ടിത്തരാൻ പറയുക. അതൊരു നമ്പർ 3 ആയിട്ടുള്ള ഒരു നല്ലൊരു മെത്തേഡാണ്. പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്താനും ശ്രദ്ധിക്കാനൊക്കെ ഇത് കാരണമാവും. ഇനി റവന്യൂ.
ഇതിൽ നിന്നും എന്ത് ലാഭം കിട്ടുമെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. കറണ്ട് മാർക്കറ്റ് പ്ലേസ് അനുസരിച്ച് ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ കോഡ്സ് ഉള്ള ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്ത് അത് കസ്റ്റമറുടെ കയ്യിലെത്തിക്കാൻ പ്രിന്റ് ഓൺ ഡിമാൻഡ് കമ്പനീസ് ചാർജ് ചെയ്യുക ചുരുങ്ങിയത് ഒരു 400 രൂപയായിരിക്കും, ഇൻക്ലൂഡിങ് പ്രിന്റിംഗ് ആൻഡ് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് പറയുന്നത്. നല്ലൊരു ഡിസൈൻ ആണെങ്കിൽ നമ്മുടെ സ്റ്റോറിനകത്ത് അതൊരു ഏകദേശം ഒരു 799 റുപ്പീസിനൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ നമുക്ക് 2 രീതിയിൽ ലാഭം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആഡ്സ് വഴി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മറ്റേ ആഡ്സ് ഒക്കെ വഴി നമുക്ക് ആഡ് റൺ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു ഓർഡർ കിട്ടാൻ ഒരു ആഡ് റൺ ചെയ്യാനൊക്കെ ഒരു 100 രൂപ നമുക്ക് ചിലവ് വരും. അപ്പോൾ നമ്മൾ ഒരു ആഡ് റൺ ചെയ്യാൻ നമുക്കൊരു 100 രൂപ ചിലവ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് കമ്പനിക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു 400 രൂപയായിരിക്കും. അങ്ങനെ 500 രൂപ ചിലവിലാണ് നമ്മൾ ഒരു ടീഷർട്ട് വിൽക്കുന്നത്. നമ്മളിവിടെ വിൽക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ സൈറ്റുകളിൽ, അതിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 799 ആണ്. അപ്പോൾ നമ്മുടെ ലാഭം ഒരു ടീഷർട്ട് വിൽക്കുമ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 299 ആണ് വരിക. തുടക്കത്തിൽ നിങ്ങൾ ഒരു ടീഷർട്ട് ഒരു ദിവസം അങ്ങനെ സെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്കൊരു മാസം ഒരു 8,970 രൂപയെങ്കിലും സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 5 ടീഷർട്ടൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാസം ഒരു 44,850 രൂപ തന്നെ ലാഭമായിട്ട് കിട്ടും. ഇത് കുറച്ച് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണെങ്കിലും നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കുറച്ചധികം പണം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ആഡ് റൺ ചെയ്യണം, അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. സെക്കൻഡ് സെനാരിയോ എന്ന് പറയുന്നത് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഇനി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു ട്രെൻഡിങ് ഓഡിയോസൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മെറ്റ ആഡിന് ചിലവാക്കാൻ വെച്ചിരുന്ന ആ 100 രൂപ നമുക്ക് സേവ് ചെയ്യാൻ ഇതിൽ പറ്റും. ഈ ഒരു സെനാരിയോയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇടുന്ന ലാഭം ഒരു ടീഷർട്ടിൽ 399 ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 5 ടീഷർട്ട് നിങ്ങൾക്ക് ഡെയിലി സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് 59,850 രൂപയായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 10K തൊട്ട് 20K വരെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഇനി നമുക്കിതിൻ്റെ ലീഗൽ സൈഡ് നോക്കാം. ലീഗൽ സൈഡ് നോക്കുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഇങ്ങനെ വെബ്സൈറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇന്ത്യയിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം വരുന്നത് GST ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ GST എടുക്കുക, GST രജിസ്ട്രേഷൻ എടുക്കുക. നിങ്ങൾ ലീഗലായിട്ടൊക്കെ ഇത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നമ്മൾ സെല്ല് ചെയ്യാൻ നമുക്ക് GSTയുടെ ആവശ്യമില്ലെങ്കിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോൾ GST ഉള്ളതായിരിക്കും ഇത്രയും കൂടെ നല്ലത്, കുറേ കൂടി ഓർഡേഴ്സ് ലഭിക്കാൻ നല്ലത്. പിന്നെ രണ്ടാമതായിട്ട് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുക. അത് ചെറുകിട യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ എടുത്താൽ നല്ലതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് കോപ്പിറൈറ്റ് ചെക്ക് ചെയ്തിട്ടുള്ള അത് ശ്രദ്ധിക്കാൻ നോക്കണം. അതായത് സിനിമ പോസ്റ്റേഴ്സ്, ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ലോഗോസ്, ഇതൊന്നും നമ്മൾ എടുത്ത് പ്രിൻറ്റ് ചെയ്യുക അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ വരും. അപ്പോൾ നമുക്കത് ചെറിയ രീതിയിൽ പണി കിട്ടാനൊക്കെ ഉള്ള ചാൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങളുടെ ഡിസൈനിൽ വരാതെ നോക്കുക. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നിങ്ങൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. റിസ്ക് ഇല്ലാതെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ചൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ബിസിനസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.